ഹലോ, ഇന്ന് നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത് മനസ്സിലായോ? ഇതിനു മുമ്പ് നമ്മൾ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്, ഹുദരിയാത്ത് ബീച്ച്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ അന്ന് നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേ ഞാൻ വിചാരിച്ചായിരുന്നു എന്തായാലും ഒരു ദിവസം വന്നത് കാണണമെന്ന്, കാരണം അത്രയ്ക്ക് രസമുണ്ടായിരുന്നേ. പക്ഷേ സൺസെറ്റ് കഴിഞ്ഞ് സൂര്യനൊക്കെ വീട്ടിൽ പോയതുകൊണ്ട് ആ സ്ഥലം അത്ര ഭംഗിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. സോ ഇന്ന് നമ്മൾ വീണ്ടും വന്നേക്കുക. സൺസെറ്റിനൊക്കെ മുമ്പേ വന്നിട്ടുണ്ട് നമ്മൾ. സൺ ഇവിടെ നല്ല ചിരിച്ച് നിൽപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അത് കാണിച്ചു കേട്ടോ. ഇതാ ഇവിടെ ADCBയുടെ ATM ഉണ്ട്. നമുക്ക് പൈസ എടുക്കണമായിരുന്നു. സോ പൈസ എടുത്തോണ്ടിരിക്കുവാണ്. അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഇന്നലത്തെ അത്ര പ്രശ്നമില്ല. ഇന്നലെ ആയിരുന്നു ഇവിടെ ഹയസ്റ്റ് ചൂട്, റെക്കോർഡ് ചൂടായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നലെ ഈ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാവും കാണാൻ. നല്ല രസമില്ലേ കാണാൻ? ഇവിടെ നമുക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. പിന്നെ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടെങ്കിലും അത്രയും പേർക്ക് നിൽക്കാനുള്ള സ്ഥലം ഒരുപാട് ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു റഷ് ഒന്നും ഫീൽ ചെയ്യത്തേയില്ല. നല്ല നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ നടക്കാൻ. ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ഷോപ്സും കേട്ടോ. ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ എന്തോ കോൾഡ് സ്റ്റോൺ ക്രീമറി, ഐസ്ക്രീംസും ഡെസേർട്ട്സും കാര്യങ്ങളൊക്കെയാണ്. കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്, കുറേ പേര് ഫുഡ് കഴിക്കുന്നുണ്ട്. ഐസ്ക്രീം കുറച്ച് കഴിഞ്ഞ് കഴിക്കാം അല്ലേ? ഈ ഗെയിംസൊക്കെ ഞാൻ അന്ന് വീഡിയോയിൽ കാണിച്ചിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നോക്കി, നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാൻ, ഇരിക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനും ഒരുപാട് ഏരിയ ഉണ്ട്. നല്ല കളർഫുള്ളായിട്ടാണ് ഇവരിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ചധികം നടക്കാനുണ്ട്, അത് മുഴുവൻ നടന്ന് കാണാൻ. കണ്ടോ എൻ്റെ ബാക്കിൽ? നല്ല രസമില്ലത് കാണാൻ. അന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേനും ഇരുട്ടായിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ. അപ്പം നമുക്ക് ഇതൊന്നും അങ്ങനെ കാണാനേ പറ്റിയില്ല. ഇരുട്ടത്ത് നിന്നല്ലേ കാണാൻ പറ്റുള്ളൂ. അതിലും ഭംഗിയുള്ളൊരു കാഴ്ചയുണ്ട് ഇവിടെ. നോക്ക്, ഈ കുഞ്ഞു കുഞ്ഞു വേവ്സാ, വെള്ളം നോക്കി നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്. ഞാൻ അടുത്ത് എന്ത് തെളിഞ്ഞ വെള്ളാണെന്ന്. ഇതിന് മുമ്പ് വന്നപ്പോൾ നമ്മൾ സൺസെറ്റ് കണ്ടത് ഇതാ അവിടെ ഒരു കലുങ്ക് കാണുന്നുണ്ടോ? അങ്ങ് ദൂരെ അവിടെ നിന്നാണ് നമ്മൾ ഇതിന് മുമ്പ് വന്നപ്പോൾ സൺസെറ്റ് കണ്ടത്. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ മിസ് ചെയ്തു. ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്.
എനിക്ക് വെള്ളം കണ്ടിട്ട് ഇറങ്ങണം എന്ന് നല്ല ആഗ്രഹം തോന്നുന്നുണ്ട്. ഇറങ്ങണം എന്നല്ല, അതിലിങ്ങനെ തൊടണം എന്നൊക്കെയാണ് വെള്ളത്തിൽ. പക്ഷേ എനിക്കെന്തോ ബീച്ചിലെ വെള്ളത്തിൽ അങ്ങനെ ഇറങ്ങാനൊരു മടിയാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമാണ്, എന്നാലും ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എടുക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തില്ല ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്ന കാര്യത്തിൽ കേട്ടോ. ഈ ബീച്ച് വെള്ളത്തിൽ എനിക്കിങ്ങനെ ഉപ്പുള്ള വെള്ളമായതുകൊണ്ട് പിന്നെ നമ്മൾ തിരിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയായിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഉണങ്ങിയിട്ടൊക്കെ പോണെങ്കിൽ കുഴപ്പമില്ലേ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നനഞ്ഞ് വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടല്ലേ. ഞാൻ കുറേ നാളായി ബീച്ചിൽ അങ്ങനെ ഇറങ്ങാതെയായിട്ട്. എന്ത് രസമല്ലേ. ആരുമില്ല, നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഓടിച്ചാടി നടക്കാനുള്ള സ്ഥലമുണ്ട്. ആൾക്കാർ കുറേ ഉണ്ട് കേട്ടോ, പക്ഷെ അവരൊക്കെ അപ്പുറത്തെ ഏരിയയിലാ. ഒരുപാട് സ്പേസ് ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല സുഖമാണ്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ, പക്ഷെ എല്ലാവരും പല പല ഏരിയയിലായിട്ടാ. ഇവിടെ അത്രയ്ക്ക് ആരും എക്സ്പ്ലോർ ചെയ്യാൻ വരാറില്ലെന്ന് തോന്നുന്നു. കാരണം അവിടെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയാസൊക്കെ ഉണ്ട്. ഇവിടെ ഇച്ചിരി ചൂടൊക്കെ ഉണ്ട് ഈ സമയത്തെ. ഒരു ഓപ്പൺ സ്പേസ് അല്ലേ, അവിടെ നമുക്ക് കുറേ കാഫേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ടല്ലോ. കൊള്ളാം അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് നമ്മൾ സെക്കൻഡ് ടൈമാണ് ഇവിടെ വരുന്നത്. നമ്മളിപ്പോൾ കഥയും പറഞ്ഞ് നടന്ന സ്ഥലമില്ലേ, അതൊരു പ്രൈവറ്റ് ഏരിയ. അവിടെ നമുക്ക് ആക്സസിബിൾ അല്ലായിരുന്നു സത്യത്തിൽ. നമുക്ക് ആ ഒരു കൂടാരം കാണിച്ചില്ലേ, ഇതാ അവിടെ വരെ നമുക്ക് ഇരിക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രൈവറ്റ് ഏരിയ അത്രേ. സെക്യൂരിറ്റി ചേട്ടൻ വന്ന് പറഞ്ഞു. നമ്മൾ തിരിച്ചു പോവല്ല കേട്ടാ, നമുക്കിനി കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയാ. പക്ഷേ സണ്ണ് ദാ മേഘങ്ങളുടെ ഇടയിൽ മറഞ്ഞു. മേഘങ്ങളുടെ ഇടയിലല്ലേ പറഞ്ഞത്, കാണാൻ പറ്റുന്നില്ല. ഇവിടെ ദാ ഓരോ ആൾക്കാർ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന കണ്ടോ. സൺസെറ്റ് എന്തായാലും കഴിഞ്ഞ ലക്ഷണമാണ്. സൂര്യൻ മേഘങ്ങളുടെ ഇടയിൽ പോയി മറഞ്ഞു. ദാ ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിട്ടുണ്ട്. നമ്മൾ കുറേ ദൂരം നടന്നു വന്നു, ഒരുപാട് ദൂരം നടന്നു. ഇപ്പം അടുത്തു നമ്മൾ ദാ ഒരു ബെഞ്ചിൽ റെസ്റ്റ് ചെയ്യാനിരിക്കുക. ഇതാ നടന്നൊരു പരുവായി, മുഖമൊക്കെ നോക്കി കരുവാളിച്ചു. നോക്കി എല്ലായിടത്തും ലൈറ്റ്സ് ഒക്കെ ഇട്ടു. ഇപ്പം നല്ല ഭംഗിയായില്ലേ. ഒരു ട്രെയിൻ ഇവിടെ കിടക്കുന്നുണ്ട്, നമുക്ക് അത് കയറി പോയാലോ? ഇപ്പോഴായപ്പോഴത്തേനും ചൂട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലായിട്ടുണ്ട് കേട്ടോ. നല്ലോണം വേർത്തു. എൻ്റെ ദൈവമേ, വേഗം ഒന്ന് വണ്ടിയിൽ കയറിയിരുന്നാൽ മതിയെന്നായി. അത്രയ്ക്ക് ചൂടാണേ, നമുക്കിങ്ങനെ ടയേർഡായി പോവും, നമുക്ക് ഡീഹൈഡ്രേഷനൊക്കെ വന്നിട്ടേ. ഓക്കെ, നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഒരു ഇത് നടക്കുകയാണ്, അതായത് നൈറ്റ് ബീച്ച് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് സെപ്റ്റംബർ എൻഡ് വരെ 30 വരെ എന്തോ പ്രോഗ്രാം ഉണ്ട് ഇവിടെ, ജൂലൈ 31 തൊട്ട്. പാർക്കിങ്ങിന് ഒരുപാട് ഏരിയ ഉണ്ട് അങ്ങേ സൈഡ് വരെ. അവിടെ ഫുൾ വണ്ടികളായിരുന്നു. ഇത് നമ്മൾ ഇങ്ങേറ്റത്താ വണ്ടിയിട്ടെ. സത്യം പറഞ്ഞാൽ നടന്ന് മടുത്തു. തിരിച്ചു പോവാ, വേഗം ഫുഡ് കഴിക്കുക, വിശന്നിട്ട് മേല. ഉച്ചയ്ക്ക് നമ്മൾ നല്ല അടിപൊളി പ്രോൺസ് ബിരിയാണി കഴിച്ചു കേട്ടോ. നമ്മൾ ഇന്നലെ പ്രോൺസ് ബിരിയാണി വെച്ചായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് അത് കഴിച്ചു, പിന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അതാ കഴിച്ചത്. സൂപ്പർ പ്രോൺസ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ വൈകിട്ട് ഇനിയിപ്പം പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഇതാ ഈ ഐസ്ക്രീം കണ്ടോ, ഇത് നമ്മുടെ ബർഗർ കിങ്ങിലെ ഐസ്ക്രീമാണ് കേട്ടോ. അടിപൊളിയാണ്, നല്ല സൂപ്പർ ഐസ്ക്രീമാണ് ഗൈസ്. നല്ല ചൂടത്തുനിന്ന് വന്നല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ആദ്യം ഐസ്ക്രീം കഴിച്ചത്. ഇനി നമ്മൾ പോയി ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ KFCയിലേക്കാണ് പോയത്. കുറേ നാളായി ഒരാൾ എന്നോട് KFC വേണം എന്ന് പറയുന്നു.
അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ. അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കാറില്ല കേട്ടോ, പ്രത്യേകിച്ച് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്കത്ര വലിയ ഇഷ്ടവുമില്ല. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരും ഇഷ്ടവും നോക്കണമല്ലോ. അങ്ങനെ ഇന്ന് KFC ആക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് വാങ്ങിയിട്ട് ഫുഡ് കോർട്ടിൽ തന്നെ പോയിരുന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കണേ. നമ്മളങ്ങനെ KFC കഴിച്ച് കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോഴുണ്ട് ഇതാ എൻ്റെ ബാക്കിൽ നോക്കിയേ നല്ല തകൃതിയായിട്ട് ഡാൻസ് പ്രാക്ടീസ് നടക്കണം. എനിക്ക് നല്ല രസം തോന്നി. ഞാൻ കുറേ നേരം അത് നോക്കിയിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇന്ന് നമ്മുടെ വീക്ക്ലി പർച്ചേസിൻ്റെ ദിവസമായിരുന്നു. അതുകൊണ്ട് നെസ്റ്റോയിൽ കൂടി പോയി അത്യാവശ്യം വേണ്ട സാധനങ്ങളും കൂടി വാങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.